Hi dears, welcome back. ഇന്നത്തെ വീഡിയോയിൽ കേക്ക് പോപ്സിന്റെയും അതേപോലെ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ഐസിങ് ചെയ്യുന്നതുമാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ കേക്കിന്റെ ഫ്ലേവർ വരുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ആണ്. അപ്പോൾ അതിന്റെ റെസിപ്പി ഇതിനു മുമ്പ് ഷെയർ ചെയ്തതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ചൊക്കെ രണ്ടും ഒരേ സമയത്താണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിന് വേണ്ടി 3 മുട്ട വെച്ചിട്ടും കേക്ക് പോപ്സിന് വേണ്ടിയിട്ട് 2 മുട്ട വെച്ചിട്ടും ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒന്നിച്ചിട്ട് ചെയ്യുക എന്നുള്ളത് ഇതിന് മുമ്പ് 2 കേക്കിന് ഓർഡർ വന്നപ്പോഴുള്ള ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അതേപോലെ കേക്കിന് വേണ്ടിയിട്ടുള്ള സിറപ്പും ചോക്ലേറ്റ് ഗനാഷും കാരമൽ ചെയ്തിട്ടുള്ള നട്ട്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് പോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പോഞ്ച് ഇതേപോലെ ഒരു ബൗളിലേക്ക് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്ത ശേഷം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിന് ചോക്ലേറ്റ് ഗനാഷിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് നമുക്കിത് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകമാവുന്നവരെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ ക്രാക്സ് ഒന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുണ്ടാവും. ക്രാക്കൊക്കെ വീഴുന്നുണ്ടെങ്കിൽ വീണ്ടും ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്താൽ മതി. ഇനി എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്പൂണിലേക്ക് ആക്കിയിട്ടാണ് ബോളാക്കി എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് ഉരുട്ടിയെടുത്തിട്ട് നല്ലൊരു ബോൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഈ ഒരു പോപ്സ് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാനില ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് വാനില സ്പോഞ്ചും അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അതേപോലെ റെഡ് വെൽവെറ്റ് സ്പോഞ്ചിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോൾസ് അല്പം വലിപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ചെറുത് മതിയാവുമെങ്കിൽ ഈ ഒരു അളവിൽ ഒരു 12 ബോൾ വരെ ആക്കിയെടുക്കാൻ പറ്റും. ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ പോപ്പ് സ്റ്റിക്സ് എടുത്തിട്ട് ഇതേപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത ശേഷം ഈ ഒരു ബോളിലേക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ പ്രഷർ കൊടുത്തിട്ടൊന്നും പ്രസ് ചെയ്യരുത്. അപ്പോൾ ഇത് അങ്ങ് എൻഡിലെത്തുന്നത് വരെ പ്രസ് ചെയ്യാതെ ഒരു ഏകദേശം ഒരു മിഡിലെത്തുന്നത് വരെ ഇറക്കി കൊടുക്കുക. ഈ ഒരു പോപ്പ് സ്റ്റിക്സ് നമുക്ക് ബേക്കിംഗ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു പീസിന് 2 രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ഈ ഓരോ ബോളാക്കിയിട്ട് ഇതേപോലെ ഡിപ്പ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒലിച്ചിറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒരു തെർമോക്കോൾ പീസിലാണ് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്താലും മതി. ഇനി നിങ്ങൾക്ക് ഇതിന് മുകളിൽ ഷുഗർ ബോൾസ് അല്ലെങ്കിൽ സ്പ്രിങ്കിൾസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ഉടനെ തന്നെ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നാലേ അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുകയുള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാനെല്ലാം ചെയ്ത ശേഷം ഇതിന് മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുകയാണ്. ഇത് പുറത്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ അങ്ങനെ സെറ്റായതിന് ശേഷമാണ് ഈ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആക്കിയ ഉടനെ തന്നെ അതിന് മുകളിൽ കുറച്ച് ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പുറത്ത് തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോപ്പർ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടും കൂടിയുണ്ട്. ഈ ഒരു പോപ്സിന് ഒരു പീസിന് 15 രൂപയായിട്ടാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത്. എനിക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ സജസ്റ്റഡ് ആയിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു സ്പോഞ്ച് 3 മുട്ട വെച്ചിട്ട് 8 ഇഞ്ച് പാനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോഞ്ച് ലെയർ ചെയ്തത് അല്പം ഒന്ന് തിന്നായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ കേക്ക് ക്രം കോട്ട് ചെയ്ത ശേഷം മുകളിൽ ഇതേപോലെ 4 പീസാക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ കട്ട് ചെയ്ത പീസ് മുകളിലേക്കായിട്ട് ഇതേപോലെ അവിടെ വെച്ച് കൊടുത്ത് പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ ഒട്ടി നിന്നോളും.
ഇനി മുകൾ ഭാഗമൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം ആ ഒരു കറക്റ്റ് ഹാർട്ട് ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നും ആ നടുവിലുള്ള ചെറിയൊരു പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ കുറച്ച് ക്രീം വെച്ചിട്ട് അവിടെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് മുകൾ ഭാഗമാണ് ആദ്യം ഒന്ന് നീറ്റാക്കി എടുക്കുന്നത്. അതിനുശേഷം സൈഡും ഇതേപോലെ പാലറ്റ് നൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നീറ്റാക്കി എടുക്കാം. അപ്പോൾ ഓരോ കോർണറിലെത്തുമ്പോൾ അവിടെ വെച്ചിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മറ്റേ സൈഡ് വെച്ചിട്ട് ഒന്ന് തുടങ്ങിയാൽ മതി. ഇനി ഒരു സ്ക്രാപ്പർ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കോർണറിലെത്തുമ്പോൾ ഇതേപോലെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത കോർണറിൽ നിന്ന് വീണ്ടും തുടങ്ങുക. അപ്പോൾ ക്രീം ഇല്ലാത്ത ഭാഗത്തൊക്കെ ക്രീം വീണ്ടും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ഗനാഷ് ഒഴിക്കേണ്ടതുകൊണ്ട് കൂടുതൽ അങ്ങ് നീറ്റാക്കി എടുക്കുന്നില്ല. ഇനി മുകൾ ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് നീറ്റാക്കി എടുക്കാം. സൈഡിൽ ഇതേപോലെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ശേഷം വീണ്ടും മുകൾ ഭാഗം ഒന്നുകൂടി നീറ്റാക്കി എടുക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗനാഷ് ഒഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്ത് ഗനാഷ് ആക്കിയിട്ട് അതിന് മുകളിൽ ഇതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മുകളിൽ കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുറ്റിലായിട്ട് ബേബി കാഷ്യൂസിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫോണ്ടന്റിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് അതിന് ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്ത് വെച്ചിട്ടും കൂടിയുണ്ട്. കേക്ക് പോപ്സ് ഇതേപോലെ ബ്രൗണീസൊക്കെ കൊടുക്കുന്ന ആ ഒരു ബോക്സിൽ താഴെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.